അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്തിന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലിട്ടു എന്ന് ഉള്ളതിനെ കുറിച്ച് വിജിലൻസ് ജഡ്ജിയായ ശ്രീ മോഹിത്, എനിക്ക് മോഹിത്തിനെ അറിയാം, വർഷങ്ങളറിയാം, വർഷങ്ങൾ കൊണ്ട് എനിക്ക് അറിയാവുന്ന ആളാണ്, നല്ലൊരു ഓഫീസറാണ്. മോഹിത്തിൻ്റെ ഉത്തരവ് വന്നു. ഇപ്പോൾ തന്ത്രിക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ പോലും ഉള്ള ഒരു തെളിവ്, പ്രമാ ഫേസി എവിഡൻസ് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും അയാൾ കുറ്റം ചെയ്തോ എന്നുള്ളതിന് തെളിവില്ല. ഉടനെ കുറേ മാന്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പ്രഥമ ദൃഷ്ടിയാ പോലും തെളിവില്ലെങ്കിൽ പിന്നെ എന്തിന് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്ത് അകത്തയച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയം. കാരണം ഹൈക്കോടതി ഓർഡർ ചെയ്തേക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നിയമസംഹിത അനുസരിച്ച് അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മുടെ നിയമത്തിലെങ്ങും അങ്ങനൊരു നടപടി പറയുന്നില്ല. എന്നാൽ മറ്റ് കോണ്ടിനെൻ്റൽ കൺട്രീസിലൊക്കെയുള്ള നിയമത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡി മാജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് മജിസ്ട്രേറ്റാണ് ഇൻവെസ്റ്റിഗേഷൻ അവിടെ മോണിറ്റർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ മോണിറ്റർ ചെയ്യാനൊന്നുമുള്ള വകുപ്പൊന്നുമില്ല, നിയമമൊന്നുമില്ല. പിന്നെ അത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത് കൊണ്ടായിരിക്കും. അയ്യപ്പൻ്റെ സ്വർണ്ണം കൊള്ളയടിച്ചതിലേക്കുള്ള അന്വേഷണമല്ലേ നടക്കേണ്ട, ദേവസ്വം ബെഞ്ചുമാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് നിയമവശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അത് പിന്നെ ഒരു അവസരത്തിൽ ഞാൻ പറയാം. എനിക്കതിനെക്കുറിച്ചുള്ള ശരിയായ അഭിപ്രായമുണ്ട്, പക്ഷേ അതിപ്പോൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അതൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഹൈക്കോടതി നിയോഗിച്ച SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്ത്രിയെ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കോടതി ഹാജരാക്കുന്നു, വിജിലൻസ് കോടതിയെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ അവിടെ റിമാൻഡ് ചെയ്യാതിരിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. കാരണം റിമാൻഡ് ചെയ്ത് വെക്കുള്ളൂ. ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ്, ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, ഹൈക്കോടതി നിയോഗിച്ച SIT ആണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഒരു സെഷൻസ് ജഡ്ജിയായിട്ടിരിക്കുന്ന ഒരാൾക്ക്, അതായത് വിജിലൻസ് ജഡ്ജിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിനെ മറികടന്ന് ഈ റിമാൻഡ് ചെയ്യത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് മാത്രമല്ല, റിമാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വലിയ തെളിവുകളൊന്നും റിമാൻഡ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. അതായത് അതിനകത്ത് ഇത്രയും അങ്ങ് വിളിച്ച് പറഞ്ഞാൽ മതി, തന്ത്രിയുടെ അറിവോടുകൂടിയാണ്, തന്ത്രിയും കൂടെ കൂട്ടുചേർന്നതാണ്, ഗൂഢാലോചനയിൽ പങ്കാളിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, FIRനോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യപ്പെടും. അത് സാധാരണയുള്ള ഒരു സംഭവമാണ്, റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ബെയിലിൻ്റെ പ്രശ്നം വരുമ്പോഴാണ്, ഈ ആർഗ്യുമെൻറ്റ്സ് മുമ്പോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ കാരണം മനസ്സിലാകുന്നത്. ബെയിലിൻ്റെ സ്റ്റേജ് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പരിഗണിക്കും. എന്തെങ്കിലും അദ്ദേഹത്തിന് ജയിലിലിടാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ പരിശോധിക്കപ്പെടും വിശദമായിട്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ പറയണം എന്തുകൊണ്ട്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള തെളിവുകളെന്ന് പറയണം. ആരോപണങ്ങൾ മാത്രം പോരാ, അതിന് എവിഡൻസ് വേണം. ആരെങ്കിലും അതിന് മൊഴി കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും റിക്കവറി ഉണ്ടോ, ഇതൊക്കെ വേണം. ആകെ പറയാനുണ്ടായിരുന്നത് കണ്ഠരര് രാജീവർക്ക് ഒരു 2 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു ഏതോ ഒരു പ്രൈവറ്റ് ബാങ്കിൽ. ഉണ്ടായിക്കോട്ടെ, പക്ഷേ ശബരിമല തന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ 2 കോടി രൂപ നിക്ഷേപം എന്ന് പറയുന്നത് ഒന്നുമല്ല. അത് വെറും പിറ്റൻസ്, വളരെ ചെറിയ കാര്യമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് കോടതി വർക്ക് ചെയ്യുമ്പോൾ അവസാന വർഷമല്ല, ആദ്യ 2 വർഷങ്ങളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്ക് വേണ്ടി വണ്ടി ഓടിച്ച ഒരു ഡ്രൈവറുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്നില്ല. ആ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അയാൾ ഈ അന്നത്തെ ശബരിമല തന്ത്രിക്ക് വേണ്ടി വണ്ടി ഓടിച്ചിട്ടുണ്ട്. അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അന്നൊരു അംബാസഡർ കാറ് ഓടിച്ച് ഇവിടുന്ന് വരും. എന്തിനാ ഈ കാറ് കൊണ്ടുവന്നറിയാമോ? കാറ് കൊണ്ടുവന്നത് രൂപ കൊണ്ടുവരാനാണ്. അതായത് ചാക്കിനകത്ത് കെട്ടിയാണ് അന്ന് രൂപ, അന്നത്തെ കാലത്ത്. അതായത് ഞാൻ ഈ പറയുന്നത് ഏതാണ്ട് ഒരു 80കളിലുള്ള കാലമാണിത് ഈ പറയുന്നത്. അന്ന് ആ 80കളിലുള്ള കാലത്ത് അദ്ദേഹം ഈ ഒരു കാറും കൊണ്ട്
ഒരു അംബാസഡർ കാറും കൊണ്ട് പോയി. അന്ന് അയാൾ ഒരു ടാക്സി ഓടിക്കുകയാണ്. അംബാസഡർ കാറും കൊണ്ട് പോയി ശബരിമലയിൽ നിന്ന് ഈ ചാക്കിനകത്ത് ചാക്ക് കെട്ടുകളിലെല്ലാം നോട്ടുകളാണ്. അത് ഈ തന്ത്രിയുടെ കിട്ടുന്ന ഇതാണ് കേട്ടോ. അദ്ദേഹത്തിന് കിട്ടുന്ന ഇത് ആളുകൾ കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്ന ദക്ഷിണ, ആ ദക്ഷിണയാണ്. ആ ദക്ഷിണ എല്ലാം കൂടെ ചാക്കിനകത്ത് കെട്ടിയാന്ന് കൊണ്ടുവരുന്നത് രൂപ. അങ്ങനെയുള്ള ഒരു 5-6 ചാക്ക് ആണ് അതിനകത്ത് നോട്ടുകളാണ് കൊണ്ടുപോകുന്നത് നിറച്ച്. ഒന്നാലോചിച്ച് നോക്കിയോളൂ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അന്നത്തെ കാലത്ത് പോലും അത് ലക്ഷങ്ങളാണ്. ഇന്നാണെങ്കിൽ അന്ന് ഈ 500 രൂപ നോട്ടൊന്നും ഉള്ള സമയമല്ല. അന്ന് മാക്സിമം 100 രൂപ നോട്ട് വരെയുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? ഇത് വരുന്നുടനെ ഈ 500 രൂപ നോട്ടും ഒക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. അതൊക്കെ വരുന്നുടനെ അതിൻ്റെ എമൗണ്ട് ഒരുപാട് കൂടും. ഈ എമൗണ്ട് മാത്രമല്ല, അന്നത്തെക്കാളും ഒരുപാട് വരുമാനം കൂടുതലാണ്. അതുകൊണ്ട് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 കോടി ഇത് മാത്രമോ ഇവരെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇവിടുത്തെ ശബരിമല ആ പീരീഡ്, അതായത് ഉത്സവം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പലയിടത്തും ഇവരെ വലിയ പൂജകൾക്കൊക്കെ വിളിക്കും. വലിയ പണക്കാരാണ്, അവർക്കേ അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ കൊടുക്കുന്ന കൈമുടക്കം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ കേട്ടേക്കുന്നത് 2 കോടി രൂപ വരെ കൊടുത്ത കൈമുടക്ക് കൊടുത്തേക്കുന്നത്, അതായത് കൈമുടക്കം എന്ന് പറയുന്നത് ഈ ദക്ഷിണ കൊടുത്തേക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ശബരിമല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. അതിനെന്താ തന്ത്രിക്ക് അത് യോഗ്യതയില്ലേ? തന്ത്രിക്ക് ദക്ഷിണ കൊടുത്താൽ അദ്ദേഹത്തിന് വാങ്ങാം. അത് അദ്ദേഹത്തിന് പ്രൈവറ്റായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനമാണ്, അത് വാങ്ങാം, ആ സമ്പാദ്യം ഉണ്ടാവും. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഈ കേസിൽ തന്ത്രിയുടെ റോൾ എന്താണ് എന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ തന്ത്രിക്ക് യാതൊരു റോളും ഇല്ല, ഉള്ളതായിട്ട് എവിഡൻസ് ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, യഥാർത്ഥ റോൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ കോടതി വരുന്നുണ്ടെങ്കിൽ തെളിവാണ് വേണ്ടത്, അതില്ല. കാരണം തന്ത്രി ഒന്നും ഇത് ചെയ്തതായിട്ടോ, തന്ത്രി ഏതെങ്കിലും സ്വർണം അടിച്ചു മാറ്റിയതായിട്ടോ, അതിൻ്റെ ഭാഗം എന്തെങ്കിലും പറ്റിയതായിട്ടോ ഉള്ളതിന് ഒരു എവിഡൻസും കളക്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെന്തിനീ തന്ത്രി അറസ്റ്റ് ചെയ്തു? എന്തിന് ആവശ്യമില്ലാതെ 41 ദിവസം ജയിലിട്ടു? ഒരു മനുഷ്യനെതിരെയുള്ള റൈറ്റ് ടു ലൈഫ് ഭരണഘടന അനുസരിച്ചുള്ള 21ാം അനുച്ഛേദത്തിൻ്റെ ഏറ്റവും വലിയ വയലേഷനാണ് ഇവിടെ നടന്നേക്കുന്നത്. ഇനി അപ്പം തന്ത്രി ഒരു നിരപരാധിയായ ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജയിലിലിട്ടു എന്നുള്ളത് പറയണ്ടേ? ഇപ്പം ഈ SITക്കെതിരെ തന്ത്രി അത് കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിട്ടുണ്ടല്ലേ, യുവമാർ കുരുങ്ങും. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം ഹൈക്കോടതിയിൽ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. കാര്യം വരെ ആവശ്യമില്ലാതെ ഒരാളെ പിടിച്ച് ജയിലിൽ കിട്ടു. സംശയം, സസ്പീഷൻ, ഹവർ സ്ട്രോങ് ഇറ്റ് ബി, ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രൂഫ് എന്നാണ്. സംശയം എത്ര ബലവത്തായുള്ളതായാലും അത് തെളിവിന് പകരമാകുന്നില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അതാണ് നമ്മുടെ നിയമം. അപ്പം ഇവിടെ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മളും ഈ തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോഴും ഇതൊക്കെ SIT ഇങ്ങനെ ചെയ്തു, SIT റിപ്പോർട്ട് രഹസ്യമായിട്ടാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് കിട്ടത്തില്ല വായിക്കാൻ. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയാം, ഏതാണ്ട് വലിയ കാര്യം ഇതിനകത്തുണ്ട്, തന്ത്രി ഏതാണ്ടൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥ തന്ത്രിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലെ സ്വർണം എടുത്ത് ഉരുക്കി അതിൻ്റെ ഒരു ചെറിയ വീതം വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നും ഈ തന്ത്രിക്കില്ല. അദ്ദേഹത്തിന് അത് ഒരു ദിവസം കൊണ്ട് അതിൽ കൂടുതൽ വരുമാനം അവിടെ കിട്ടും ശബരിമലയിൽ നിന്ന്. അപ്പോൾ എന്നാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് അതൊന്നുമില്ല. പിന്നെ എന്തിന് ഈ ഒന്നുമില്ലാതെ, യാതൊരു കാര്യവുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ, അതായത് അത് ജഡ്ജി മോഹിത്തിൻ്റെ ഓർഡർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു മെറ്റീരിയൽസ് പ്രഥമദൃഷ്ട്യാ പോലും കേസ് തന്ത്രി എന്തെങ്കിലും ചെയ്തെന്ന് കാണിക്കാനുള്ള ഒന്നുമില്ല. പിന്നെ നോക്കിയപ്പോൾ തന്ത്രി അങ്ങ് അറസ്റ്റ് ചെയ്തു. കാര്യം എന്തോന്നറിയോ അതിനകത്ത്? അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് ഇപ്പോൾ അതിനെതിരെ പറയുന്ന ഈ അലിഗേഷൻസൊക്കെ യഥാർത്ഥത്തിൽ സത്യമായിട്ട് സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടുള്ള കാര്യമാണ്. അതായത് ഈ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി മന്ത്രിയിലേക്കുള്ള അറസ്റ്റ് ഒക്കെ അങ്ങ് മാറും. അതായത് മുൻ മന്ത്രി, ഇപ്പോൾ ഉള്ള മന്ത്രിയും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതിലേക്കുള്ള പോക്ക് അങ്ങ് തീരും. അതിൽ ആളുകൾക്ക് സംശയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങ് നിന്നു. അത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി അറസ്റ്റ് ചെയ്തല്ലോ, എന്നിട്ട് പറയാം ഞങ്ങൾ തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു എന്ന്. ഇപ്പോൾ പറയാ തന്ത്രി കൊടുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് ലിസ്റ്റിലാണ് ഉള്ളതെന്ന്. പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ സഖാവ് MV ഗോവിന്ദനാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുത്തുമൊഴികളാണ്, മൊഴികളാണ് പുറത്ത് വന്നേക്കുന്നത്. തന്ത്രി
ഈ ഇതേപോലെ കൊള്ളക്കാരുടെ കൊടും കള്ളന്മാരുടെ ലിസ്റ്റിലാണെന്ന് പറഞ്ഞു. ഈ കൊടും കള്ളന്മാരെന്ന് പറയുന്നവർ വേറെ ലിസ്റ്റിൽ ആരും ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിജയകുമാർ, അതുപോലെ പാർട്ടി ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്ന പാർട്ടിയുടെ വലിയ ഒരാളായിട്ടുള്ള വാസു, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും മുൻ MLA-യുമായിരുന്ന പത്മകുമാർ, ഇവരെല്ലാം ഇത് അങ്ങനെ ഇവരാരും കൊടുങ്കള്ളന്മാരുടെ പട്ടികയിലല്ലേ ഉള്ളത്? ഈ പട്ടികയിലുള്ളവരെ ഇപ്പോഴും ഈ പാർട്ടി വെച്ചോണ്ടിരിക്കുന്നല്ലോ. എന്നിട്ടാണ് ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത്, വിളമ്പുന്നത് തന്ത്രിക്കെതിരെ. എങ്ങനെ പറയാൻ ഇവർക്ക് നാവ് പൊന്തുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം തെളിവില്ല എന്ന് കോടതി പറഞ്ഞാൽ തെളിവില്ല അവിടെ, അതാണ് കാര്യം. ഒരു തെളിവില്ലാത്ത ഒരു കാര്യത്തിന് ഒരാളെ പിടിച്ച് ജയിലിൽ വിടുകയാണ്. അതിൻ്റെ പുറകിൽ ശരിയായ അജണ്ട ഉണ്ടായിരുന്നു. കാരണം ഈ തന്ത്രിയോടുകൂടി ഇവിടെ സംസാരം അങ്ങ് നിൽക്കും. ബാക്കിയൊക്കെ പിന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബാക്കി ഒരുമാതിരിപ്പെട്ടവർ അതിനെതിരെ ഒന്നും പ്രതികരിക്കത്തില്ല, അങ്ങ് ഒതുങ്ങും. ആദ്യമേ പറയാനും ഒക്കത്തില്ല ഇതിനകത്തൊന്നുമില്ലെന്ന്. കാരണം പറയാൻ നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മുടെ ഈ മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ. SITയുടെ കയ്യിൽ ഏതാണ്ട് വലിയ പൊതിക്കാത്ത തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവന്മാർ പോയി ഇയാളെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? എന്ത് തോന്നിയാസം കാണിച്ചെന്ന് ആലോചിക്കാം. ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, എന്നിട്ട് 41 ദിവസം ഇതും പറഞ്ഞ് അയാളെ ജയിലിലിടുക, അവസാനം കോടതി ഒരു തെളിവുമില്ല എന്നും പറഞ്ഞ് അയാൾക്ക് ജാമ്യം കൊടുക്കുക. ഇതാണോ നമ്മുടെ നിയമത്തിൻ്റെ സിസ്റ്റം? അതായത് ഒരു യഥാർത്ഥത്തിൽ ഇല്ലീഗൽ ഡീറ്റൻഷൻ അല്ലേ ഇത് ഈ നടന്നേക്കുന്നത്? അതായത് നിയമവിരുദ്ധമായ ഈ ഒരാളെ തടങ്കലിടുകയാണ്, അതാണ് നടന്നേക്കുന്നത് ഇത് ഇവിടെ. അപ്പോൾ അതിന് തെളിവൊന്നുമില്ല, അല്ലേ ഉണ്ടെന്ന് പറയട്ടെ. തെളിവ് എന്തോ തെളിവാണല്ലേ ഇവർക്ക്? തെളിവ് അപ്പം അതിന് പറയുന്നത് എന്തെന്നറിയോ? അന്വേഷണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അന്വേഷണം കഴിയുമ്പം അറിയാം എന്ന് വെച്ചാൽ അതുവരെ ഇതങ്ങ് പൊക്കോളും. ഇപ്പോൾ പ്രശ്നമൊന്നും ഇപ്പം ഈ ഇലക്ഷന് വരെ നിന്ന് പഴയ്ക്കണം. കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിലേക്ക് അന്വേഷണമൊന്നും പോകരുത്. അതിന് കരുതിക്കൂട്ടിയുള്ള ഒരു അറസ്റ്റായിരുന്നു ഈ തന്ത്രിയുടേത്, വേറൊന്നുമില്ല. തന്ത്രിയുടെ അറസ്റ്റ് മൂലം ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്നത് കേട്ടു, ശരിയാണ്. തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകാൻ കാരണം മന്ത്രിയുടെ അറസ്റ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന്, അതാണ് കാര്യം. അപ്പം ഈ തന്ത്രി അങ്ങ് അറസ്റ്റ് ചെയ്തു, കാര്യം തീർന്നു. അതോടുകൂടി ബാക്കിയുള്ള ഇതെല്ലാം അങ്ങ് നിർത്തി വെച്ചു, ഒരു പ്രശ്നവുമില്ല. പിന്നെ അതിനിടയിൽ ചുമ്മാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പോറ്റിയെ ഈ തന്ത്രിക്ക് പരിചയം ഉണ്ടെന്നിരിക്കട്ടെ, തന്ത്രിക്ക് പോറ്റിയുടെ അടുത്ത് അടുപ്പം ഉണ്ടായിരുന്നിരിക്കട്ടെ, അതൊരു ഒഫൻസല്ല. ഒരു ക്രിമിനൽ കേസിലെ പ്രതി, ഒരു വലിയ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ, അയാൾ ക്രിമിനലാണെന്ന് അറിയാതെ ആരെങ്കിലും അയാളുമായിട്ട് ബന്ധപ്പെട്ടു അടുത്തു പോയാലൊന്നും അതിനൊന്നും ഒഫൻസല്ല ഉള്ളത്. അതുമൂലം അയവരും കൂടി ഇതിന് കൂട്ടുനിന്നെങ്കിൽ മാത്രമേ ഒഫൻസ് ആവുള്ളൂ. അതിന് തെളിവും വേണം. ഒന്നുമില്ലാതെ ഒരാളെ പിടിച്ച് തന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? തന്ത്രി അറിഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡാണ് നോക്കേണ്ടത് ഇവിടുത്തെ വസ്തുക്കൾ നഷ്ടപ്പെടാതെ. ആ ബോർഡിലുള്ള ആളുകളാണ് അത് നോക്കേണ്ടത്. അത് ഇപ്പോൾ ഞാൻ പറയട്ടെ, അത് അങ്ങനെ ആണെങ്കിൽ പിന്നെ അത് പ്രശാന്തിലേക്കും അതുപോലെ മറ്റാളുകളിലേക്കും അന്വേഷണം പോകാതിരിക്കാൻ ഇത് ഉപകരിച്ചു തന്ത്രിയുടെ അറസ്റ്റ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഏതായാലും ഇതിൻ്റെ പുറകെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നെന്നുള്ളത് ശരിയായ കാര്യമാണ്, സംശയമൊന്നുമില്ല.